ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആമ്പൽ ചെടിയിലുള്ള മൊട്ടുകളെല്ലാം വിരിഞ്ഞ് ഇപ്പോഴത്തെ പൂവായി അത് ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പൂ വിരിഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഇതിൻ്റെ അകത്തായിട്ട് ഇതിൻ്റെ വിത്തുകളുടെ ഒരു ശേഖരം തന്നെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് കുറച്ചും കൂടെ മുന്നേ പൂത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ആ വിത്തിൻ്റെ ആ ഒരു ഷേപ്പ് റൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. പൂ ഇപ്പോൾ ഓൾമോസ്റ്റ് കരിഞ്ഞ് തുടങ്ങി വന്നേക്കുവാണ്. നമ്മൾ ഈ കാണുന്ന പൂ ഇത് ആക്ച്വലി നമ്മൾ ആദ്യം രണ്ട് പൂ പൂത്തു, പിന്നെ അതിനുശേഷം ഇത് 3, 4, 5ാമത്തെ ഫ്ലവേഴ്സാണ് പൂത്തേക്കുന്നത്. അത് ഈ കാണുന്നതെല്ലാം അതിൻ്റെ പഴയ മുട്ടുകളൊക്കെയാണ്. മുട്ടുകൾ കരിഞ്ഞ് നിൽക്കുന്നതാണ്. പിന്നെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആകുന്ന സമയത്ത് നമ്മളിതിനെ വീണ്ടും റീപ്പോർട്ട് ചെയ്ത് ഇതിന് അടിയിലുള്ള ചെളിയെല്ലാം മാറ്റി ഇതിൻ്റെ ട്യൂബെല്ലാം വീണ്ടും മാറ്റി വെക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ചെളിയെല്ലാം ഓൾമോസ്റ്റ് പുറത്തേക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ജീവികളൊക്കെ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ കിടക്കുന്ന ഗപ്പി തന്നെയാണ് കിടക്കുന്നത്. സ്റ്റിൽ ഇതിനകത്ത് കിടക്കുന്ന ഒരു ഹാഫ് റെഡ് ഗപ്പികൾ കിടക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ആമ്പലുകൾ നമ്മളെ സ്റ്റിൽ പൂത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം നമ്മുടെ പൂത്ത് നിൽക്കുന്ന ആമ്പലുകളാണ്. ഇതെല്ലാം ആമ്പൽ പൂക്കളാണ്.